വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് ഫിസിക്സിന്റെ ക്ലാസ് ആണ്, ഒരു ചെറിയ ക്ലാസ് ആണ്. അതായത് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് ഇൻഫ്രാറെഡ് കിരണം, അതുപോലെ തന്നെ എന്താണ് അൾട്രാ വയലറ്റ് കിരണം, പിന്നെ കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊക്കെ ചില അതിന്റെ ഉപയോഗങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ഇതുമായിട്ട് ഈ 4 ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇൻഫ്രാറെഡ് കിരണങ്ങളെ കുറിച്ച് പഠിച്ചാലോ. എന്താണ് ഇൻഫ്രാറെഡ് കിരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് PSC ചോദിക്കാറുള്ള ചോദ്യങ്ങൾ എന്ന് നമുക്കൊന്ന് ഓർത്തു വെക്കാം. ഇൻഫ്രാറെഡ് കിരണം കേട്ടോ. അപ്പൊ ഇൻഫ്രാറെഡ് കിരണവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്, ഇൻഫ്രാറെഡ് കിരണം എന്ന് പറയുന്ന കിരണം കണ്ടെത്തിയ ആള് വില്യം ഹെർഷൽ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇൻഫ്രാറെഡ് കിരണം കണ്ടെത്തിയത് ആരാണ്? വില്യം ഹെർഷൽ. വില്യം ഹെർഷൽ എന്ത് കണ്ടെത്തി? ഇൻഫ്രാറെഡ് കിരണം കണ്ടെത്തി. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങളാണ് ഇൻഫ്രാറെഡ് കിരണം. സൂര്യപ്രകാശത്തിൽ ചൂട് കിട്ടുന്ന താപകിരണങ്ങൾ, സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഇൻഫ്രാറെഡ് രശ്മികൾ ഉണ്ടല്ലോ, അവയ്ക്ക് ദൃശ്യപ്രകാശത്തേക്കാൾ, ഇൻഫ്രാറെഡ് കിരണങ്ങൾക്ക് എന്താണ് പ്രത്യേകത? ദൃശ്യപ്രകാശം. നമ്മുടെ ദൃശ്യപ്രകാശല്ലേ, ദൃശ്യപ്രകാശത്തേക്കാൾ എന്ത് കൂടുതലാണ്? തരംഗദൈർഘ്യം കൂടുതലാണ്. ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കൂടുതലായിട്ടുള്ള കിരണമാണ് ഇൻഫ്രാറെഡ് കിരണം എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ വിദൂര വസ്തുക്കളുടെയൊക്കെ ചിത്രങ്ങൾ പകർത്താനായിട്ട്, വിദൂരത്തുള്ള വസ്തുക്കളില്ലേ, ആ വിദൂര വസ്തുക്കളുടെ ചിത്രങ്ങൾ പകർത്താൻ എന്ത് നമ്മൾ ഉപയോഗിക്കുന്നു? ചിത്രങ്ങൾ പകർത്താൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളില് സൈനികർ ഉപയോഗിക്കുന്ന കണ്ണട, രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണടയില് എന്താണ് ഉപയോഗിക്കണത്? ഇൻഫ്രാറെഡ് രശ്മികളാണ് ഉപയോഗിക്കണത്. അതുപോലെ തന്നെ ടിവിയുടെ റിമോട്ടിലൊക്കെ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. TV റിമോട്ട്, രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണടകളില് വിദൂര വസ്തുക്കളുടെ ചിത്രങ്ങൾ പരത്താനൊക്കെ ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഇൻഫ്രാറെഡ് കിരണങ്ങൾ സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങളാണ്. ഇതിന് ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കൂടുതലാണ്. ഇത് കണ്ടെത്തിയത് വില്യം ഹെർഷൽ ആണ്. ഇനി വിദൂര വസ്തുക്കളുടെ ചിത്രങ്ങൾ പകർത്താനും രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണടകളിലും TV റിമോട്ടുകളിലുമൊക്കെ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് അൾട്രാ വയലറ്റ് കിരണങ്ങൾ. ഇൻഫ്രാറെഡ് പോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് അൾട്രാ വയലറ്റ് കിരണം. എന്താണ് അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ പ്രത്യേകത? അപ്പൊ അൾട്രാ വയലറ്റ് കിരണങ്ങളെ കുറിച്ച് പഠിക്കാൻ സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷത്തിലെ വായുപാളി ഏതാണ്? എത്രയോ അധികം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. എന്താണ്? ഓസോൺ പാളി. അപ്പൊ സൂര്യൻ പുറപ്പെടുവിക്കുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ വായുവിലെ പാളി ഏതാണ്? ഓസോൺ പാളിയാണ്. ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കൂടുതൽ ഇൻഫ്രാറെഡിന്. ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം എന്താണ് ഇവിടെ? തരംഗദൈർഘ്യം കുറവാണ്. ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കുറഞ്ഞ കിരണങ്ങളാണ് എന്ത്? അൾട്രാ വയലറ്റ് കിരണങ്ങൾ. ഇനി അടുത്തത്, ഇതാണ് സൂര്യാഘാതത്തിന് കാരണമാകുന്നത്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ സൂര്യാഘാതത്തിന് കാരണമാകുന്നു അല്ലെങ്കിൽ സൺബേണിന് കാരണമാകുന്നു അൾട്രാ വയലറ്റ് കിരണങ്ങൾ. കള്ളനോട്ട് തിരിച്ചറിയാൻ, എന്താണ്? കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രകാശകിരണമാണ് എന്ത്? അൾട്രാ വയലറ്റ് കിരണം. നെയ്യില് മായം ചേർത്തുണ്ടോ എന്നറിയാൻ, നെയ്യിലെ മായം
തിരിച്ചറിയാൻ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗിക്കുന്നു? നെയ്യിലെ മായം തിരിച്ചറിയാൻ. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗിക്കുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ. അതുപോലെ തന്നെ ജലത്തിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ എന്തുപയോഗിക്കുന്നു? അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗിക്കുന്നു. ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണമാണ് അൾട്രാവയലറ്റ് കിരണം. ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന കിരണമാണ് ഏത്? അൾട്രാവയലറ്റ് കിരണം. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണം അൾട്രാവയലറ്റ് കിരണം. അപ്പൊ അൾട്രാവയലറ്റ് കിരണത്തെ കുറിച്ച് ധാരണയായോ? ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗദൈർഘ്യം കുറഞ്ഞ കിരണമാണ് അൾട്രാവയലറ്റ് കിരണം. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണം ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ വായുവിലെ പാളിയാണ് ഓസോൺ പാളി. സൂര്യാഘാതത്തിന് അല്ലെങ്കിൽ സൺബേണിന് കാരണമാകുന്ന പ്രകാശകിരണമാണ് ഏത്? അൾട്രാവയലറ്റ് കിരണം. കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രകാശകിരണമാണ് അൾട്രാവയലറ്റ് കിരണം. നെയ്യിലെ മായം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാവയലറ്റ് കിരണം. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ അൾട്രാവയലറ്റ് കിരണം ഉപയോഗിക്കുന്നു. ജലത്തിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗിക്കുന്നു. വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് കിരണമാണ്? അൾട്രാവയലറ്റ് കിരണമാണ്. ട്യൂബ് ലൈറ്റിനുള്ളിൽ ഉപയോഗിക്കുന്ന പ്രകാശകിരണം അൾട്രാവയലറ്റ് കിരണമാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കാര്യം പറയാം നമുക്ക്. എന്താണ് എക്സ്റേയുടെ പ്രത്യേകത എന്താ? എക്സ്റേ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വില്യം റോൺജൺ ആണ്. കുറെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എക്സ്റേ കണ്ടെത്തിയ ആള് വില്യം റോൺജൺ. അപ്പൊ വില്യം റോൺജൺ എന്ന് പറയുന്ന ആള് എന്ത് കണ്ടെത്തി? എക്സ്റേ കണ്ടെത്തി. ഇനി ഇത് ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാൻ ഉപയോഗിക്കുന്നു. കിരണം അല്ലെ? ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാൻ ഉപയോഗിക്കുന്ന കിരണമാണ് എന്ത്? എക്സ്റേ കിരണം അല്ലെ? എക്സ്റേ കിരണം തന്നെ നമുക്ക് എന്താണ്? സോഫ്റ്റ് ഉണ്ട്. ആന്തരിക അവയവങ്ങളുടെ ആണെങ്കിൽ നമ്മൾ സോഫ്റ്റ് എക്സ്റേ ഉപയോഗിക്കുക. ആന്തരിക അവയവങ്ങളുടെ ഒക്കെ ചിത്രം പകർത്താൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? സോഫ്റ്റ് എക്സ്റേ ഉപയോഗിക്കുക. ഈ സോഫ്റ്റ് എക്സ്റേയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് തുളച്ചു കയറാനുള്ള ശക്തി സോഫ്റ്റ് എക്സ്റേയുടെ പ്രത്യേകത എന്താ? തുളച്ചു കയറാനുള്ള ശക്തി കുറവാണ്. ഈ സോഫ്റ്റ് എക്സ്റേക്ക് തുളച്ചു കയറാനുള്ള ശക്തി വളരെ കുറവുള്ളതാണ്. എന്ത്? സോഫ്റ്റ് എക്സ്റേ എന്ന് പറഞ്ഞ. എന്നാൽ എന്തുണ്ട്? ഹാർഡ് എക്സ്റേ ഉണ്ട്. ഹാർഡ് എക്സ്റേക്ക് എന്തായിരിക്കും പ്രത്യേകത? ഹാർഡ് എക്സ്റേയുടെ പ്രത്യേകത അതിനെ തുളച്ചു കയറാനുള്ള ശക്തി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റേഡിയേഷന് നമ്മൾ ഹാർഡ് എക്സ്റേ ഉപയോഗിക്കുന്നു. ക്യാൻസർ ചികിത്സയ്ക്കൊക്കെ ഹാർഡ് എക്സ്റേ ഉപയോഗിക്കുന്നു. ക്യാൻസർ ചികിത്സയ്ക്കൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഹാർഡ് എക്സ്റേ ഉപയോഗിക്കുന്നു. ഇനി എക്സ്റേ കടന്നു പോകാത്ത ഏക ലോഹം എന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. എക്സ്റേ കടന്നു പോകാത്ത ഏക ലോഹമാണ് ഈയം. ആണ്. എക്സ്റേ കണ്ടെത്തിയത് വില്യം റോൺജൺ ആണ്. നമ്മൾ ശരിക്കും എക്സ്റേ തന്നെ സോഫ്റ്റ് എക്സ്റേ ഉണ്ട്, ഹാർഡ് എക്സ്റേ ഉണ്ട്. അതായത് സോഫ്റ്റ് എക്സ്റേ പറഞ്ഞാൽ തുളച്ചു കയറാനുള്ള ശക്തി വളരെ കുറവും, എന്നാൽ ഹാർഡ് എക്സ്റേ എന്ന് പറഞ്ഞാൽ തുളച്ചു കയറാനുള്ള ശക്തി കൂടുതലുമാണ്. അതായത് തരംഗദൈർഘ്യം കുറവും ഊർജം കൂടുതലുമായിട്ടുള്ള എക്സ്റേ ആണ് നമ്മുടെ ഹാർഡ് എക്സ്റേ. തരംഗദൈർഘ്യം കുറവും ഊർജം ഭയങ്കര കൂടുതലും. അപ്പൊ തുളച്ചു കയറാനുള്ള ശക്തി കൂടുതലുള്ള കിരണമാണ് എന്ത്? ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ് എക്സ്റേ എന്ന് പറഞ്ഞാൽ. ഈ ഹാർഡ് എക്സ്റേ എന്താ ചെയ്യേണ്ടത്? റേഡിയേഷൻ, ക്യാൻസർ ചികിത്സ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. തരംഗദൈർഘ്യം കൂടുതലും അതുപോലെ തന്നെ ഊർജം കുറവുമായിട്ടുള്ള എക്സ്റേ ആണ് സോഫ്റ്റ് എക്സ്റേ എന്ന് പറഞ്ഞാൽ. സോഫ്റ്റ് എക്സ്റേക്ക് തുളച്ചു കയറാനുള്ള ശക്തി വളരെ കുറവാണ്. അത് നമ്മൾ എന്തിനാ ഉപയോഗിക്കണേ? ആന്തരിക അവയവങ്ങളുടെ ഒക്കെ ചിത്രം എടുക്കാനാണ് സോഫ്റ്റ് എക്സ്റേ ഉപയോഗിക്കുന്നത്. എക്സ്റേ കടന്നു പോകാത്ത ഏക ലോഹം എന്ന് വിളിക്കുന്നത് ഏതാണ്? ഈയമാണ്. ഈയം എക്സ്റേ കടന്നു പോകാത്ത ഏക ലോഹമാണ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെൻസുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ എന്താണ് ലെൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് PSC ചോദിക്കാറുള്ള ചോദ്യം മാത്രം നമുക്ക് പഠിക്കാം. ആദ്യം കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്. എപ്പോഴും പരീക്ഷയ്ക്ക് ഇത് കുറച്ച് ഭാഗം നമ്മൾ ബയോളജിയിലും പഠിക്കും. കോൺവെക്സ് ലെൻസ്
ലെൻസ് എന്ന് പറയുമ്പോൾ മധ്യത്തിൽ കനം കൂടിയതും അപ്പൊ ഇതിങ്ങനെയായിരിക്കും കോൺവെക്സ് ലെൻസ്. നോക്കിക്കോട്ടോ നിങ്ങൾ, എനിക്ക് അങ്ങനെ ഭംഗിയായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല. ഇങ്ങനെ ഇരിക്കും. അതായത് മധ്യഭാഗം കനം കൂടിയല്ലേ മക്കൾ ഇരിക്കുക കോൺവെക്സ് ലെൻസ്. മധ്യഭാഗം കനം കൂടിയതും എന്നാണ്, അതുപോലെ തന്നെ വക്കുകൾക്ക് കനം കുറഞ്ഞതുമായിട്ടുള്ളതാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് കേട്ടോ. കോൺവെക്സ് ലെൻസ്. ഇനി കോൺവെക്സ് ലെൻസിന്റെ മറ്റ് പേരുകൾ ഒന്ന് പഠിച്ചു വെക്കുക. കോൺവെക്സ് ലെൻസിനെ ഉത്തല ലെൻസ് എന്ന് വിളിക്കുന്നു, ഉത്തല ലെൻസ് എന്ന് വിളിക്കുന്നു, സംവ്രജന ലെൻസ് എന്ന് വിളിക്കുന്നു. ഉത്തല ലെൻസ്, സംവ്രജന ലെൻസ് എന്നൊക്കെ വിളിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഈ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത, ഉപയോഗങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെക്കാം. കോൺവെക്സ് ലെൻസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ദീർഘദൃഷ്ടി. ദീർഘദൃഷ്ടി എന്താണ്? ദീർഘദൃഷ്ടി പരിഹരിക്കാൻ. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് വസ്തുക്കളെ വലുതായി കാണാൻ. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നു. വസ്തുക്കളെ വലുതായി കാണാൻ. അതുപോലെ തന്നെ അടുത്തത് ടിവിയില്, അതുപോലെ ക്യാമറയില്, ടിവി, ക്യാമറ, അതുപോലെ പ്രൊജക്ടർ, ടിവി, ക്യാമറ, പ്രൊജക്ടർ തുടങ്ങിയ ഉപകരണങ്ങളിലൊക്കെ എന്തുപയോഗിക്കുന്നു? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്നു. എന്തിലാണ്? മൈക്രോസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, അതുപോലെ തന്നെ ടെലിസ്കോപ്പ് തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്നു. ഇനി വാച്ചൊക്കെ നന്നാക്കുമ്പോൾ ഒരു സാധനം വെക്കണുണ്ടല്ലേ കണ്ണില്, വാച്ച് നന്നാക്കാനുള്ള ലെൻസ്. അപ്പൊ വാച്ച് നന്നാക്കാനുള്ള ലെൻസും ഏതാണ്? വാച്ച് നന്നാക്കാനുള്ള ലെൻസ് ഏതാണ്? നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ്, വാച്ച് നന്നാക്കാനുള്ള ലെൻസ്. ഇനി ദീർഘദൃഷ്ടി പോലെ തന്നെ വെള്ളെഴുത്തിന് ഉപയോഗിക്കുന്നു. വെള്ളെഴുത്തുള്ള ആൾക്കാർക്ക്, ദീർഘദൃഷ്ടിക്ക്, വെള്ളെഴുത്തിന് ഒക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഇത് മാഗ്നിഫൈങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നത്. അപ്പൊ മാഗ്നിഫൈങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നത്, മാഗ്നിഫൈങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നതും ഏതാണ്? നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ കോൺവെക്സ് ലെൻസ് ഇത്രയേ പഠിക്കാനുള്ളൂ. കോൺവെക്സ് ലെൻസിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഉത്തല ലെൻസ് അഥവാ സംവ്രജന ലെൻസ്. അപ്പൊ ഉത്തല ലെൻസ്, സംവ്രജന ലെൻസ് ഒക്കെ കോൺവെക്സ് ലെൻസ് ആണ്. അതിന്റെ മധ്യഭാഗം കനം കൂടിയും രണ്ട് ഭാഗങ്ങള് അല്ലെ, അതായത് വക്കുകള് കനം കുറഞ്ഞതും ആയിട്ടാണ് ഇരിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇവിടെ നോക്കിയേ, ഇവിടെ കനം കുറവാ, ഇവിടുന്ന് ഇങ്ങോട്ട് എന്താണ്? കനം കൂടുതൽ. ഇവിടെ മധ്യഭാഗത്ത് എന്തായിരിക്കും? കനം കൂടുതലും രണ്ട് ഭാഗങ്ങളും കനം കുറഞ്ഞും ഇരിക്കുന്നതാണ് എന്ത് പറഞ്ഞ കോൺവെക്സ് ലെൻസ്. ഇത് എന്തിനൊക്കെ ഉപയോഗിക്കണേ? ദീർഘദൃഷ്ടി ഉപയോഗിക്കണു, വെള്ളെഴുത്തിന് ഉപയോഗിക്കണു, വലുതായിട്ട് കാണാൻ ഉപയോഗിക്കുന്നു, ടിവി, ക്യാമറ, പ്രൊജക്ടറിലൊക്കെ ഉപയോഗിക്കുന്നു, മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും ഉപയോഗിക്കുന്നു, വാച്ചുകൾ നന്നാക്കാനുള്ള ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു, മാഗ്നിഫൈങ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഒക്കെ കോൺവെക്സ് ലെൻസ് ആണ്. അടുത്തത് അപ്പൊ നമ്മൾ പഠിക്കും കോൺകേവ് ലെൻസ്. എന്താണ് കോൺകേവ്? ഈ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത, കോൺകേവ് ലെൻസിനെ അവതല ലെൻസ് എന്ന് വിളിക്കുന്നു. കോൺകേവ് അഥവാ അവതല ലെൻസ്, അല്ലെങ്കിൽ എന്താണ്? വിവ്രജന ലെൻസ്. കോൺകേവ്, അവതല അല്ലെങ്കിൽ വിവ്രജന ലെൻസ് എന്നൊക്കെ പറയണത് ഒന്നാണ്. കോൺകേവ് ലെൻസ്, അവതല ലെൻസ്, വിവ്രജന ലെൻസ്. ഇത് നിങ്ങൾ നോക്കിക്കൊള്ളൂ കേട്ടോ. ഇതെങ്ങനെ ഇരിക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിരിക്കും ഇങ്ങനെയാ. ടീച്ചർക്ക് അങ്ങനെ വരയ്ക്കാനൊന്നും ഭംഗിയായിട്ട് അറിയില്ല. കണ്ട ഇങ്ങനെ ഇരിക്കും. കണ്ട, മനസ്സിലായോ? നേരത്തെ തന്നെ നേരെ ഓപ്പോസിറ്റ് അല്ലെ. അതായത് എന്താണ്? കോൺവെക്സ് ലെൻസ് അതിലൂടെ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത നമ്മൾ ഇവിടെ പറഞ്ഞു. കോൺവെക്സ് ലെൻസ് മുകളില് താഴെയും എന്താണ്? ഭയങ്കര കനം കുറഞ്ഞതാ, വക്കുകൾക്ക് കനം കുറഞ്ഞതാ. ഇവിടെ എന്താണ്? വക്ക് ഇതല്ലേ, രണ്ട് വക്ക്, മോൾ ഭാഗവും അടിഭാഗവും. വക്കുകൾക്ക് കനം കൂടുതലും, ഇവിടെ നടുഭാഗം അല്ലെ, അതിന്റെ മധ്യത്തിന് കനം കുറഞ്ഞിരിക്കും, മധ്യഭാഗം കനം കുറവായിരിക്കും. മധ്യഭാഗം കനം കുറവ് മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്? എഴുതി എനിക്ക് അങ്ങനെ വരച്ച് ക്ലിയർ ആക്കാൻ അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇനി ഈ കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ അവതല ലെൻസ്, വിവർജന ലെൻസ്, മദ്യം കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയിരിക്കുന്നു. കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു. പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്ന ലെൻസാണ്. അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു ട്ടോ. പരസ്പരം അകറ്റുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി കോൺകേവ് ലെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്താണ്? ഹ്രസ്വദൃഷ്ടിക്ക്, നേരത്തെ ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി പറഞ്ഞു വെച്ചാൽ ഇവിടെ എന്താണ്? ഹ്രസ്വദൃഷ്ടി. എന്തിനാണ് ഹ്രസ്വദൃഷ്ടി? അതുപോലെ വാതിലിലൊക്കെ, നമ്മൾ വാതിൽ, വീടിന്റെ ഡോറിലൊക്കെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട്
വീട്ടിലൊക്കെ എന്താ പറയാ നമ്മൾ ഇങ്ങനെ അവിടെ ഒരു ലെൻസ് ഘടിപ്പിക്കാറുണ്ട്, സ്പൈ ഹോള് അല്ലെ. വാതിലിലൊക്കെ ഉള്ള സ്പൈ ഹോളില്, ആ സ്പൈ ഹോളില് കോൺകേവ് ലെൻസാ, സ്പൈ ഹോളിൽ കോൺകേവ് ലെൻസ്. അതുപോലെ തന്നെ ഗലീലിയൻ ടെലസ്കോപ്പിൽ കേട്ടോ, എന്താണ് ഗലീലിയൻ ടെലസ്കോപ്പില് ഐ ലെൻസ് ആയിട്ട്, എന്താണ് ഗലീലിയൻ ടെലസ്കോപ്പില് ഐ ലെൻസ് ആയിട്ട് നമ്മുടെ ഇതാ ഉപയോഗിക്കാം. അപ്പോ ഇത് പരസ്പരം അകറ്റുക ചെയ്യുക, എന്തിന് നമ്മുടെ പ്രകാശരശ്മികളെ പരസ്പരം അകറ്റും. ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടിയുടെ വേറൊരു പേര് മയോപ്പിയ, അതൊക്കെ നമ്മൾ പഠിക്കൂട്ടോ ബയോളജിയില്. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ അല്ലെ, അതിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വാതിലിന്റെ സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നു. ഗലീലിയൻ ടെലസ്കോപ്പില് ഐ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് ഇത് കോൺവെക്സും അതുപോലെ തന്നെ കോൺകേവും ചോദിക്കുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യം. ആദ്യത്തെ നമുക്ക് കോൺവെക്സിനെ കുറിച്ച് പഠിക്കാം. കോൺവെക്സ് ലെൻസിൽ എങ്ങനെ പ്രതിബിംബം രൂപപ്പെടുന്നു? യഥാർത്ഥമായും തലകീഴായും പ്രതിബിംബം രൂപപ്പെടുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക. കോൺവെക്സിൽ യഥാർത്ഥവും തലകീഴായതുമായിട്ടാണ് പ്രതിബിംബം. കോൺകേവ് ലെൻസിൽ എങ്ങനെയാണ് പ്രതിബിംബം? കോൺകേവ് ലെൻസിൽ മിഥ്യയും നിവർന്നതുമായി പ്രതിബിംബം കാണപ്പെടുന്നു. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ കോൺവെക്സ് ലെൻസിലെ യഥാർത്ഥവും തലകീഴായതും, കോൺകേവില് മിഥ്യയും നിവർന്നതുമായിട്ടാണ് എന്ത് കാണപ്പെടുക? പ്രതിബിംബം കാണപ്പെടുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു നോക്കുക. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചേ? അതായത് അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ് കിരണങ്ങളെ കുറിച്ച് പഠിച്ചു, എക്സ്റേയെ കുറിച്ച് പഠിച്ചു, അതുപോലെ കോൺവെക്സ്, അതുപോലെ തന്നെ കോൺകേവ് ലെൻസുകളെ കുറിച്ച് പഠിച്ചു. ഇനി ഇതുപോലെ തന്നെ മിറർ ഉണ്ട്, അതായത് എന്താ പറയാ, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, അങ്ങനെയുള്ളത്. അതിനു മുമ്പ് രണ്ട് കാര്യം കൂടെ നമുക്ക് പഠിക്കാം. കണ്ണിലെ ലെൻസിലെ നേത്ര ലെൻസ്, ഈ നേത്ര ലെൻസ് എന്താന്ന് ചോദിച്ചാൽ ബൈ കോൺവെക്സ് ആണെന്ന് പറയണം. കണ്ണിലെ ലെൻസ് എന്താണ്? ബൈ കോൺവെക്സ് കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ട്. നേത്ര ലെൻസ് ബൈ കോൺവെക്സ് ലെൻസ് ആണെന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് നമ്മള് ഹ്രസ്വദൃഷ്ടി ഉണ്ടാവും, ചിലർക്ക് ദീർഘദൃഷ്ടി. അപ്പൊ ഹ്രസ്വദൃഷ്ടിയും അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ എന്തുപയോഗിക്കും? ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി ഒരുമിച്ച് പരിഹരിക്കാൻ ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കും. എന്തുപയോഗിക്കും? ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കും. ബൈഫോക്കൽ ലെൻസ്. ഈ ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇതും കൂടി ലെൻസിൽ നമ്മൾ പഠിക്കണം. അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് നേത്ര ലെൻസ് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരേ സമയം പരിഹരിക്കാൻ ബൈഫോക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇനി നമ്മളോട് ചോദിക്കാറുണ്ട് കോൺവെക്സ് മിറർ, അതായത് കോൺവെക്സ് ദർപ്പണം, കണ്ണാടി, കോൺവെക്സ് മിറർ അല്ലെങ്കിൽ കോൺകേവ് മിറർ. ഈ കോൺവെക്സ് മിറർ അല്ലെങ്കിൽ ദർപ്പണം, മിററിന്റെ മലയാളത്തിൽ നമ്മൾ ദർപ്പണം എന്ന് പറയും. കോൺവെക്സ് മിറർ അഥവാ എന്താ പറയുന്നത്, കോൺവെക്സ് ദർപ്പണം എന്തിനൊക്കെ ഉപയോഗിക്കണം? കോൺവെക്സ് ദർപ്പണം നമ്മൾ തെരുവ് വിളക്ക്, ആ തെരുവ് വിളക്കുകളായിട്ട് നമ്മൾ കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ റിയർ വ്യൂ മിററിൽ എന്തുപയോഗിക്കുന്നു? കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നു. റിഫ്ലക്ടർ ആയിട്ട്, എന്താണ്? റിഫ്ലക്ടറുകളിൽ എന്തുപയോഗിക്കുന്നു? കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നു. അപ്പൊ കോൺവെക്സ് മിറർ തെരുവ് വിളക്കുകളിലെ കോൺവെക്സ് മിറർ ആണ്, റിഫ്ലക്ടറുകളായിട്ട് കോൺവെക്സ് മിറർ ആണ്, റിയർ വ്യൂ മിറർ ആയിട്ടൊക്കെ കോൺവെക്സ് മിറർ ആണ്. ഇനി അടുത്തത് കോൺകേവ് മിറർ ആണെങ്കിലോ, കോൺകേവ് മിറർ എന്തിനൊക്കെ ഉപയോഗിക്കണേന്നൊന്ന് പഠിച്ചേ. കോൺകേവ് മിറർ ഉപയോഗിക്കുന്നത് നമ്മുടെ സിനിമ പ്രോജക്ടർ ഒക്കെ ഇല്ലേ, അപ്പൊ സിനിമ പ്രോജക്ടറിൽ എന്താണ്? കോൺകേവ് ആണ്. ഈ ഡോക്ടർമാരൊക്കെ ഹെഡ് മിറർ ഉപയോഗിക്കാറില്ലേ? ഡോക്ടർമാരുടെ ഹെഡ് മിറർ, നമ്മള് കണ്ണു ഡോക്ടർ എടുത്ത്, പല്ല് ഡോക്ടർ എടുത്ത് അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഹെഡ് മിറർ കണ്ടിട്ടുണ്ട് ഇല്ലേ? അത് കോൺകേവ് ആണ്. അതുപോലെ ഷേവിംഗ് മിറർ ഉണ്ടല്ലോ, ഷേവ് ചെയ്യാനുള്ള മിറർ, അത്. ഇനി ടോർച്ചിലെ റിഫ്ലക്ടർ, എന്താണ്?
ടോർച്ചിലെ റിഫ്ലക്ടർ, അതുപോലെ തന്നെ സോളാർ കുക്കർ ഇതിലൊക്കെ കോൺകേവ് ഉപയോഗിക്കണം. സോളാർ കുക്കർ. ഇനി അടുത്തത് പ്ലെയിൻ മിറർ ഉണ്ട്. പ്ലെയിൻ മിററിനെ നമ്മൾ സമതല ദർപ്പണം എന്ന് വിളിക്കും. പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണം. നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. എന്താണ് മുഖം നോക്കാൻ എന്തുപയോഗിക്കുന്നു? പ്ലെയിൻ മിറർ അഥവാ സമതല ദർപ്പണം ഉപയോഗിക്കുന്നു. അപ്പൊ കോൺവെക്സ് മിറർ തെരുവുവിളക്കുകളില്, റിയർ വ്യൂ മിറർ ആയിട്ട്, റിഫ്ലക്ടറുകളായിട്ട്. കോൺകേവ് ആണെങ്കിൽ സിനിമ പ്രോജക്ടറുകളില്, ഡോക്ടർമാരുടെ ഹെഡ് മിറർ ആയിട്ട്, ഷേവിംഗ് മിറർ ആയിട്ട്, ടോർച്ച് റിഫ്ലക്ടറുകളായിട്ട്, സോളാർ കുക്കറിലൊക്കെ കോൺകേവ് മിറർ. ഇനി പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണം എന്തിനാ ഉപയോഗിക്കാം? മുഖം നോക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ ശബ്ദം അതുപോലെ തന്നെ പ്രകാശം എന്ന് പറയുന്ന ആ ഒരു വലിയ ഭാഗം നമ്മൾ 2 ദിവസം കൊണ്ട്, ശബ്ദവും പ്രകാശവും എന്ന് പറയുന്ന ഭാഗത്തില് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെ അടങ്ങിയ ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ഏകദേശം നമ്മുടെ കുറേയധികം ഭാഗങ്ങള് നമ്മുടെ ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1-2 കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് എന്ന് പറയുന്ന വലിയൊരു ഭാഗവും നമ്മുടെ തീരും. അപ്പോൾ അത് 2 ദിവസത്തിനുള്ളിൽ എങ്ങനെയായാലും 1 ദിവസത്തിനുള്ളിൽ മാക്സിമം നമുക്കത് തീർക്കാവുന്ന 2 ദിവസത്തിനുള്ളിൽ തീർക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ബയോളജിയാണ്, പിന്നെ അവിടെ ഇവിടേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ മാത്സ് അത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നമ്മുടെ അങ്ങനെ ടോപ്പിക്ക് അവസാനിക്കും. അത് കഴിഞ്ഞിട്ടാണ് SCRT അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷനും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പൊ അതിന്റെ ഗൗരവത്തോടുകൂടി എല്ലാവരും പഠിച്ചു വയ്ക്കുക കേട്ടോ.